കൊടുത്താ മാത്രം മതി എനിക്ക് വരെ. രാവിലത്തെ 2 കുറ്റി. ഇന്ന് ഞാൻ ഗോതമ്പ് പുട്ടാ കൊടുത്തത്. അതിന്റേതായ പ്രശ്നമാ മുഖത്ത് കാണുന്നത്. ഓ ആണോ? ആ ശരിയാ. അപ്ഡേറ്റ് കഴിയുമ്പോ കിട്ടുന്ന വീഡിയോക്ക് അനുസരിച്ചാ പൈസ കിട്ടുന്നല്ലേ? ആ അതാ ശരിയാ. രണ്ട് കുഞ്ഞോളോട് ഏതാണ്ട് പറയാൻ പോന്നേ. എനിക്കിപ്പൊ കിടന്നുറങ്ങാൻ പേടിയായി. ഏതെല്ലാം ടൈപ്പിലുള്ള വീഡിയോ ചിലപ്പോ നാട്ടുകാർ കാണുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ അല്ല കുഞ്ഞോളെ. ഇതെന്തിനാണെന്നറിയോ ഈ പേപ്പർ വെച്ചിരിക്കുന്നത്? ഈ പേപ്പറിന്റെ മുകളിൽ ഈ തുണി ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ കാറ്റടിച്ച് ഈ തുണിയായിട്ട് തന്നെ ഇവിടെ വെച്ചാൽ ഈ കാറ്റടിച്ച് ഈ തുണിയെല്ലാം തേണ്ട് പറന്നു പോകുന്നു. കാറ്റടിച്ച് ഈ തുണിയെല്ലാം പറന്നു പോകും. അതിനാണ് അവർ പേപ്പറിന്റെ മുകളിൽ വെക്കാമെങ്കിലുണ്ടല്ലോ അത് പറന്നു പോകത്തില്ല. ഇങ്ങനെ ആ പേപ്പറെ കാറ്റടിച്ച് നിന്നോളും. ഫാനിന്റെ കാറ്റ് വരും. അവന്റെ 3 എണ്ണേ ഉള്ളെന്ന് ചാടി പോകുന്ന കണ്ടോ. ഒരെണ്ണത്തിനെ കിട്ടി. 3 എണ്ണേ ഉള്ളെന്ന്. എത്രണ്ണം ഉണ്ടായിരുന്നു? അയ്യോ, ഒന്നാ ഒരെണ്ണം പോയി. ഇങ്ങോട്ട് വിളിച്ചിപ്പോ ചോദ്യം വിളിച്ചേ. കഷ്ടം. പപ്പ എന്തിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പപ്പ അങ്ങോട്ട് വന്നില്ല. ഓർമ്മത്ത് വന്നപ്പോ പറഞ്ഞു എത്ര വരാലുണ്ടെന്ന് അറിയാൻ മേല. ചാടി പോകുന്ന കണ്ടുകൊണ്ട് കിട്ടി. ഒരെണ്ണത്തിനെ എടുത്ത്. ഇപ്പൊ 3 എണ്ണേ ഉള്ളന്ന് സഞ്ചിക്കാത്ത. 4 എണ്ണോ? ആ വിളിച്ചു നോക്ക്. പ്രകാശിനോട് ചോദിച്ചു എത്ര കൊടുത്തെന്ന്. പ്രകാശിനോട് ചോദിച്ചു നോക്ക് എത്ര കൊടുത്തെന്ന്. ഹലോ, നമ്മൾ എത്ര പറയാനായിരുന്നു കൊടുത്തേ? 4. അയ്യോ, ഞാടിപ്പോയി. ഞാൻ പറഞ്ഞു അവിടെ നെപ്പാൻ എന്തോ 3 എണ്ണേ ഉള്ളു. അല്ല, ഒരെണ്ണം ചാടി പോകുന്ന കണ്ടോണ്ട് എടുത്തു. ചാടി പോകുന്നോണ്ട് എടുത്തു. 3 എണ്ണ എടുത്ത് നോക്കിയപ്പോ 3 എണ്ണേ ഉള്ളു സഞ്ചിയില്. 4 വരാനായിരുന്നു ഞാൻ. എന്തോ അതറിയത്തില്ല. ശരി, അറിയാനാ ചോദിച്ചു. എൻ്റെ മാപ്പിള എങ്ങാണ്ട് ഒന്ന് കൊണ്ടുവന്നതാണ് കറിവേപ്പത്തൈ. ഇത് നമ്മൾ സ്വയം നടരുത്. ആരെക്കൊണ്ടെങ്കിലും നടിയിക്കണം. അയൽവക്കത്തുള്ള ആരെക്കൊണ്ടെങ്കിലും നടിയിക്കണം. നമ്മൾ നടരുതെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നു. അപ്പം ഞാൻ ബെയിൽ കൊള്ളാതെ അതിനെ ഇവിടെ വെക്കട്ടെ. നേരത്തെ ഉണ്ടായിരുന്ന കരിയാപ്പല അതെല്ലാം കരിഞ്ഞുപോയി. മൊത്തം കരിഞ്ഞുപോയി. അത് കണ്ടോ? അത് അയൽവക്കത്തെ കരിയാപ്പയാണ്. നല്ലോണം കാണിച്ചു തരാം. കണ്ടോ? നമ്മുടെയല്ല, മതിലിൻ്റെ അപ്പുറത്തെയാണ് ആ കരിയാപ്പ. കണ്ടോ? ഏറെ ഉണ്ടോ അതല്ലേ? എൻ്റെ ആ സമയം തേണ്ടിപ്പിടായിരുന്നു. കരിഞ്ഞുപോയി. മൊത്തം കരിഞ്ഞുപോയി. ഇതാണ്ട് അത്രയും വലുതായതായിരുന്നു. കരിഞ്ഞുപോയി. ഞാനിപ്പോൾ ഈ അലക്കി വെച്ച തുണിയൊക്കെ വിരിക്കട്ടെ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് വിരിച്ചിടാം.
അപ്പം ഇനിയേ ഞാൻ തുണിയെല്ലാം വിരിച്ച് ഇനി ഞാൻ ശാലം മോര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മോര് മേടിക്കാൻ പോകാം. പുള്ളിയില്ല, പുള്ളി അങ്ങോട്ട് ഇറങ്ങി. പുള്ളി ഇല്ലാത്തപ്പോൾ നമുക്ക് ഗേറ്റ് അടച്ചിടണം. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു വീഡിയോ, ഞാൻ പാല് മേടിക്കുന്ന വീട് ആണ്. പോവാ. നിറച്ച് കിളികൾ കണ്ടോ ഈ മരത്തിലെല്ലാം. കിളികളുടെ ബഹളമാണ്. ദേവുവേ, ദേവു, അവിടെ ആരുമില്ല. ഇവിടെ ആരും വിളിയേക്കത്തില്ല. ഇവിടെ എന്തോ എടുക്കുവാ? ഇവിടെ അമ്മന്ന് കിടന്ന് പത്രം വായിക്കുന്നു. ആണോ? തിമിരമാണോ? പ്രായത്തിൻ്റെതായതാന്ന് പറയും. ഇവിടെ വാച്ചാനും പരിശോധിച്ചു, ഞങ്ങൾ അഹല്യെ കൊണ്ടേ പരിശോധിച്ചു. അപ്പൊ പറഞ്ഞു തിമിരമൊന്നുമില്ല, പ്രായത്തിൻ്റെതായ ഇതാന്ന്. ആ ആ ഹാ ഹാ. വേണ്ട മീൻ വന്നു. കിരിയാനാ, കിരിയാൻ. അയ്യോ, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. പിന്നെ നമുക്ക് ഇതാണ് നമ്മൾ മോരും തൈരും ഒക്കെ മേടിക്കുന്ന വീട്. കുറ്റിയിട്ടിരിക്കുവാണോ? പട്ടി എന്തി പക്ഷേ? അയ്യോ, കൂട്ടിയിട്ടിരിക്കുകയാണോ? ആ ആ കൂട്ടിയിട്ടിരിക്കുകയാണോ? കമ്മുവോ? ചിലപ്പോ കമ്മുവല്ലേ? അയ്യോ, പഠിച്ചോ എന്റെ ദൈവം. ഈ മാത്തനായിരിക്കണ്ടേ ഇന്നിപ്പോ. അയ്യോ, നമ്മളെ കൊന്നു കൊല വിളിച്ചേനായിരുന്നു. എന്നാ ഇങ്ങോട്ട് വെച്ചേക്കട്ടെ, എനിക്ക് പേടിയാ. ഞങ്ങളുടെ അനുമോന്റെ ഏതും കടിക്കത്തില്ലല്ലോ, അനങ്ങത്തില്ല. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. നമ്മളെ മാത്രമേ പേടിച്ചേ. ആ ഹാ, ചെയ്യത്തില്ല. വേണ്ട, അതിന്റെ നോട്ടം കണ്ടോ? ആണോ? നമ്മുടെ വീടിന്റെ അവിടെ വന്നിട്ടുണ്ട് അത്. കിളികൾക്ക് കാവലിരിക്കുമായിരിക്കും അല്ലേ? നല്ല രസമാ, സൗണ്ടാ ഇവിടെ. ആണോ? അതെന്താ? അയ്യോ, ആ ഇന്നലെ മുട്ടനൊരു ചേര. ആ ഉഷയാണല്ലോ പറഞ്ഞേ. എന്തോ ഈ തത്തകളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 3 എണ്ണത്തിനെ കൊന്നോ? കഷ്ടം. എന്തിയാ ഇതിന്റെ കിടാക്കുഞ്ഞ്? കുഞ്ഞെന്തിയാ ഇതിന്റെ? ഹായ് ബാവേ. ഞാൻ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടേ മോരാക്കും. ലക്കി പോട്ടെ, ലക്കി. ആ നിങ്ങൾ വിശ്വസിച്ചല്ലോ. മോനെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ പോലെ ഇതെല്ലാം ഇട്ടേക്ക് നീ ഉടനെ പോകുന്നു.